ഇന്ന് നമുക്ക് മാങ്ങ കൊണ്ട് ഒരു ഐസ്ക്രീം തയ്യാറാക്കാം. വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വീട്ടിൽ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ്. ഇതിന് പ്രധാനമായും വേണ്ടത് മാങ്ങ തന്നെയാണ്. നല്ല ഫ്ലഷ് ഉള്ള മാങ്ങ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ മാങ്ങയൊക്കെ ധാരാളമായി കിട്ടുന്ന സമയമാണ്. മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന മാങ്ങയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു മണം ഐസ്ക്രീമിനുണ്ടാവും. അതുകൊണ്ട് നല്ല കട്ടിയുള്ള മാമ്പഴം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഇപ്പോൾ 1/2 കപ്പ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. വെള്ളമോ പഞ്ചസാരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് എടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിപ്പോൾ നന്നായി അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അത് ഈ മാംഗോ പൾപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ ഭാഗത്തും ഇത് നന്നായി ചേർന്ന് കിട്ടണം, കണ്ടൻസ്ഡ് മിൽക്കും മാങ്ങയുടെ പൾപ്പും. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള വലിപ്പമുള്ള ഒരു ബൗള്. ഈ ബൗളിലേക്ക് നമുക്ക് വിപ്പ്ഡ് ക്രീം ചേർത്ത് കൊടുക്കാം. നമുക്ക് കടയിൽ നിന്നും വിപ്പിംഗ് ക്രീം വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ വിപ്പിംഗ് പൗഡറിൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ട് അത് നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ക്രീമാക്കിയാലും മതി. അപ്പോൾ ആവശ്യത്തിനുള്ള വിപ്പ്ഡ് ക്രീം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 കപ്പ് വിപ്പ്ഡ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മാംഗോയുടെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും ആ മിശ്രിതം ചേർത്ത് കൊടുക്കാം. അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ഈ മാങ്ങയുടെ പൾപ്പും കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തും കൂടെ എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പതുക്കെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായി യോജിച്ച് വരണം. ഇത് സ്പീഡിലൊന്നും ഇളക്കാൻ പാടില്ല, നല്ല പതുക്കെ ഇളക്കിയെടുക്കണം. കുറച്ച് ക്ഷമയോടുകൂടെ പതുക്കെ ഇളക്കിയെടുത്താലേ ഇത് ശരിക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ പരുവത്തിന് വേണം നമുക്കിത് കിട്ടാൻ. ഇനി ഇതിലേക്ക് കളർ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കെമിക്കലൊന്നും ചേർത്ത ഫുഡ് കളർ അല്ല ഉപയോഗിക്കുന്നത്. നാച്ചുറലായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡ് കളറാണ്, യെല്ലോ ഫുഡ് കളർ. നമുക്കത് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ആ ഫുഡ് കളറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഒരു കെമിക്കലും ഇല്ലാത്ത ഫുഡ് കളർ. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി നോക്കാം. പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാൻ വേണ്ടു. എല്ലാ ഭാഗത്തും ആ കളർ യോജിച്ച് കിട്ടണം. നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്ററൊക്കെ തയ്യാറാക്കുന്നത് പോലെ നമുക്കിത് പതുക്കെ പതുക്കെ ഇളക്കിയെടുക്കണം. ഇനിയിപ്പോൾ കളർ പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ മാങ്ങ കുറച്ച് കളർ കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കളർ നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം വാങ്ങിയ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാം. ഇത് നമുക്കിനി തണുപ്പിക്കാൻ വെക്കാൻ വേണ്ടി ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. കട്ടിയുള്ളൊരു കണ്ടെയ്നറിലേക്ക് നമുക്കിത് മാറ്റാം.
ഏകദേശം ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ ഫ്രീസറിൽ വെക്കണം. ഒരു ഓവർനൈറ്റ് വെച്ചാലും മതി. രാത്രിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നൈറ്റ് വെച്ചിട്ട് അങ്ങനെ ആയാലും മതി. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതിയിടാൻ മറക്കരുത്. ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം. എല്ലാ ഭാഗവും ഒന്ന് ഒപ്പായി കിട്ടട്ടെ. അതാ നമ്മുടെ ബാറ്റർ ഫ്രീസറിൽ വെക്കാൻ തയ്യാറായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്നൊരു ബട്ടർ പേപ്പർ വെച്ച് മൂടാം. ഐസ് ക്രിസ്റ്റൽസ് വീഴാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെക്കുന്നതാണ് കുറച്ച് സേഫ്. ഇനി ഇത് മൂടി നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഇപ്പതാ നമ്മുടെ വളരെ ടേസ്റ്റിയായ മാംഗോ ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട്. നല്ല കളറും ഉണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. 3 ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ വേഗം തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ഐസ്ക്രീമാണ്. ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട, വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. തീർച്ചയായും ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.